അർദ്ധരാത്രി വെള്ളം ദാഹിച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്നും കുറച്ച് ഐസ് വാട്ടർ കുടിക്കാനായി താഴത്തെ നിലയിലേക്ക് ഇറങ്ങി വന്ന വീട്ടമ്മ. അവർ നോക്കുമ്പോൾ അകത്ത ഒരു മുറിയിൽ ആരോ വെട്ടമിട്ടിരിക്കുകയാണ്. ആരാണ് ഈ നട്ടപ്പാതിരയ്ക്ക് ലൈറ്റ് ഇട്ടിരിക്കുന്നത് എന്നറിയാനായിട്ട് അങ്ങോട്ടേക്ക് ചെന്ന അവര് ഭർത്താവും മകനും ചെയ്തത് കണ്ട് അന്തം വിട്ട് നിന്നു പോവുകയാണ്. എന്താണ് അവരവിടെ കണ്ട ആ കാഴ്ച? ആ ഞെട്ടിക്കുന്ന സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. ഗുജറാത്തിലെ ജോനഗറിലെ മഞ്ജിത്തിനും മഹദിക്കും 3 പെൺമക്കളാണ് ഉള്ളത്. ഇവരുടെ മൂത്ത മകളാണ് 10ൽ പഠിക്കുന്ന തുളസി എന്ന 16കാരി. ഒരു ദിവസം മഞ്ജിത്തും മഹദിയും ഒരു വിവാഹത്തിന് പോവുകയാണ്. വിവാഹമൊക്കെ കഴിഞ്ഞ് ഓട്ടോയിൽ ഇവർ തിരിച്ചു വരുന്ന വഴി ഈ ഓട്ടോയും ഒരു ട്രക്കും തമ്മിൽ കൂട്ടിയിടിച്ച് മഞ്ജിത്ത് സ്പോട്ടിൽ തന്നെ മരിക്കുകയാണ്. മഹദിക്ക് കാലിൽ ഗുരുതര പരിക്കുകളുമായി ആശുപത്രിയിൽ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. നീണ്ട ആശുപത്രി വാസത്തിന് ശേഷം മഹദി വീട്ടിൽ വന്നു. എന്നാൽ അവർക്ക് പരസഹായമില്ലാതെ ഒന്ന് നടക്കാൻ പോലും പറ്റാത്ത നിലയിലായി. പിന്നീടുള്ള അവരുടെ ജീവിതം വളരെ കഷ്ടമായിരുന്നു. വീട്ടുചെലവും അമ്മയുടെ ചികിത്സയും എല്ലാം മുന്നിൽ വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആ 16കാരി തുളസി ആകെ ഇങ്ങനെ പകച്ചു പോവുകയാണ്. അവള് പഠനം പാതി വഴിക്ക് വിട്ട് വീട്ടുജോലിക്ക് പോകാൻ തുടങ്ങി. ആ വരുമാനത്തിൽ തുളസി അമ്മയെയും 2 സഹോദരിമാരെയും നോക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ പോകവെയാണ് ഒരു ബ്രോക്കർ വഴി സൂറത്തിലെ ഒരു വലിയ വീട്ടിൽ ജോലിക്ക് ആളെ വേണമെന്നും നല്ല ശമ്പളമുണ്ടെന്നും തുളസി അറിയുന്നത്. മാസത്തിൽ 2 ദിവസം മാത്രമേ ലീവിൽ സ്വന്തം വീട്ടിൽ പോകാൻ പറ്റുകയുള്ളൂ എന്ന ഒരു നിബന്ധനയും കൂടി അതിലുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ സുഖമില്ലാത്ത അമ്മയും സഹോദരിമാരെയും തനിച്ചാക്കി പോകുന്നതിൽ തുളസിക്ക് വലിയ വിഷമമായിരുന്നു. എന്നാൽ മാസം 15,000 രൂപ ശമ്പളമുണ്ടെന്ന് കേട്ടതോടെ തുളസി തൻ്റെ കുടുംബം രക്ഷപ്പെടുമല്ലോ എന്ന് കരുതി ആ വീട്ടിലെ ജോലിക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. ആ വീട് കണ്ട് തുളസി അങ്ങ് അന്തം വിട്ടു പോവുകയാണ്. കാരണം ഒരു ബംഗ്ലാവ് പോലത്തെ വലിയൊരു വീട്. ആ വീട്ടിലെ ബോയ, ലളിത എന്നീ ദമ്പതികളും അവരുടെ ഒരേ ഒരു മകനായ നീലേഷ് കുമാർ എന്ന 20കാരനും മാത്രമാണ് ഉള്ളത്. ആ വീട്ടിലെ ജോലിക്കാരിക്ക് സുഖമില്ലാതെ പോയ വാക്കൻസിയിലാണ് തുളസിയെ ജോലിക്കെടുത്തിരിക്കുന്നത്. തുളസിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂമും ആ വീട്ടിൽ കൊടുക്കുകയാണ്. നല്ല ശമ്പളം, നല്ല ആഹാരം. അങ്ങനെ തുളസി ഹാപ്പി ആയിട്ട് ആ വീട്ടു ജോലിക്കാരിയായി തുടർന്ന് പോകവെയാണ് നീലേഷ് തുളസിയിൽ കണ്ണുവെക്കുന്നത്. തുളസി കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട് അവളോടുള്ള ഇഷ്ടം നീലേഷിന് കൂടി വന്നു. ആ ഇഷ്ടം പല രീതിയിലും തുളസിയുടെ മുമ്പിൽ അവൻ പ്രകടിപ്പിക്കാൻ തുടങ്ങി. തുളസിക്ക് മനസ്സിലായി തുടങ്ങി ഇയാൾക്ക് തന്നോട് ഇഷ്ടമാണെന്ന്. അവൾ പലവിധ ആശകളും മനസ്സിൽ ഇങ്ങനെ പടുത്തുയർത്താൻ തുടങ്ങി. ഈ വലിയ വീട്ടിലെ മരുമകളായാൽ തൻ്റെ ജീവിതം വേറെ ലെവലാകുമെന്ന് ചിന്തിച്ച തുളസി നീലേഷുമായി അടുക്കുകയാണ്. ഈ അടുപ്പം ഇവർ തമ്മിലുള്ള ശാരീരിക ബന്ധത്തിലേക്ക് വഴിമാറാൻ തുടങ്ങി. ബോയയും ലളിതയും വീട്ടിലില്ലാത്തപ്പോഴൊക്കെ ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ നാളുകൾ കടന്നുപോയി. ഒരു ദിവസം ലളിത ഒരു ബന്ധുവീട്ടിൽ പോവുകയും ബോയ ഓഫീസിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ പാതി വഴിയിലെത്തിയപ്പോഴാണ് അയാൾക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഓഫീസ് ഫയൽ വീട്ടിലെ അലമാരയെ വെച്ച് മറന്നുപോയത്. അയാൾ ഉടനെ തന്നെ കാറ് തിരിച്ച് വീട്ടിലേക്ക് വിട്ടു. വീട്ടിലേക്ക് വന്ന ബോയ മകനും വേലക്കാരിയും തമ്മിലുള്ള വഴിവിട്ട പ്രവൃത്തികൾ നേരിൽ കാണുകയാണ്. അയാൾ അത് കണ്ട് ഷോക്കായിപ്പോയി. പക്ഷേ ബോയ താൻ ഇത് കണ്ടത് ഇവരറിയാൻ പാടില്ല എന്ന് കരുതി ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പുറത്തേക്ക് പോയി. എന്നാൽ ബോയ ഒരു കാര്യം തീരുമാനിച്ചു. അതായത് ഇങ്ങനെ തൻ്റെ മകനെ വിട്ടാൽ അവൻ്റെ ലൈഫ് സ്പോയിലായി പോകും. അതിന് അയാൾ കണ്ട ഏക വഴി എത്രയും പെട്ടെന്ന് അവനെ ഇവിടെ നിന്ന് മാറ്റണം. അങ്ങനെ ഡൽഹിക്ക് പഠിക്കാൻ പോകാനായിട്ട് നീലേഷിനോട് ബോയ പറയുകയാണ്. എന്നാൽ ആദ്യം അതിന് പല വിധത്തിലുള്ള ഇഷ്ടക്കേടുകളും കാട്ടിയെങ്കിലും അച്ഛൻ്റെ തീരുമാനം വളരെ ശക്തമാണെന്ന് മനസ്സിലാക്കിയ നീലേഷ് ഭയന്നിട്ട് ഡൽഹിക്ക് പോകാമെന്ന് സമ്മതിക്കുന്നു. ഇത് തുളസിക്ക് ആകെ വിഷമം ഉണ്ടാക്കുകയാണ്. നീലേഷിൻ്റെ കയ്യിൽ നിന്നും അത്യാവശ്യം ധനസഹായങ്ങൾ കിട്ടിയിരുന്നതും നഷ്ടമായി. മാത്രമല്ല അവൻ്റെ ഭാര്യയായി ആ കുടുംബത്തിൽ കൂടാനുള്ള എല്ലാ അവസരങ്ങളും ഇതോടെ നഷ്ടപ്പെട്ടു എന്നത് തുളസിയിൽ വല്ലാത്ത നിരാശയുണ്ടാക്കി. നീലേഷ് ഡൽഹിക്ക് പോയിട്ടും ബോയ തുളസിയെ ആ വീട്ടിൽ നിന്നും പുറത്താക്കിയില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയപ്പോൾ തുളസിക്ക് അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ കുറച്ച് പൈസയ്ക്ക് ആവശ്യം വരികയാണ്. അങ്ങനെ അവൾ നീലേഷിനെ ഫോൺ ചെയ്ത് കുറച്ച് പൈസ തരണമെന്ന് ആവശ്യപ്പെടുന്നു.
എന്നാൽ നീലേഷ് പറഞ്ഞത്, എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, ഞാൻ ഇവിടെ പഠിക്കാനായിട്ടാണ് വന്നത്. നീ ഒരു കാര്യം ചെയ്യൂ, എൻ്റെ അച്ഛൻ്റെ മുറിയിൽ ഒരു ലോക്കറുണ്ട്, അതിൽ നിന്നും ആരും അറിയാതെ ആവശ്യമുള്ള പണം എടുത്തോ എന്നും പറഞ്ഞിട്ട് ആ ലോക്കർ തുറക്കാനുള്ള പാസ്വേഡും നീലേഷ് തുളസിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അത് പ്രകാരം വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി ലോക്കർ തുറന്ന് 30,000 രൂപ തുളസി എടുത്തു. എന്നാൽ ആ പണം നാട്ടിൽ അയച്ചു കൊടുത്ത തുളസിക്ക് ആ ഡ്രോ തുറന്നപ്പോൾ അതിൽ കണ്ട കെട്ടുകണക്ക് പണവും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ ഇങ്ങനെ മനസ്സിൽ കുടുങ്ങി കിടക്കുകയാണ്. ഇത് ഒരു ആർത്തിയായിട്ട് തുളസിയിലേക്ക് വരികയാണ്. ഈ ആർത്തി തുളസിയിൽ വന്നതോടെ അവൾ ബോയയും ലളിതയും ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ആ ലോക്കർ തുറന്ന് കുറേശ്ശെ കാശെടുക്കാൻ തുടങ്ങി. പതിയെ സ്വർണ്ണാഭരണങ്ങളും എടുത്തുകൊണ്ടേയിരുന്നു. സംശയം തോന്നാതിരിക്കാനായിട്ട് 2,000-3,000 വച്ചാണ് അവൾ ഡെയിലി കാശ് ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നത്. 3 ദിവസം കൂടുമ്പോൾ അവൾ ഈ പണം നാട്ടിലെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ പണം കുറയുന്നത് ബോയ പിന്നീട് ശ്രദ്ധിക്കാൻ തുടങ്ങി. അയാൾ ആ റൂമിൽ ഒരു ചെറിയ ക്യാമറ വയ്ക്കുകയാണ്. ഇത് അയാളുടെ ഫോണുമായിട്ടും കണക്ട് ചെയ്തിരുന്നു. ഇതൊന്നും അറിയാതെ തുളസി പതിവ് പോലെ ലോക്കർ തുറന്ന് പണമെടുത്തു. ഇത് ഓഫീസിലിരുന്ന് മൊബൈൽ വഴി ബോയ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ വന്ന ബോയ ഈ വീഡിയോ തുളസിയെ കാണിച്ച്, നീ ചെയ്തതെല്ലാം എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് തുളസിയോട് ഈ വീഡിയോയുടെ കാര്യങ്ങൾ മുഴുവനും കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ട് അവൾ ഞെട്ടിപ്പോയി. ഇയാൾ പോലീസിനെ വിളിച്ചാൽ താൻ ജയിലിലാവുമെന്ന് അവൾ ഭയപ്പെട്ടു. ഉടനെ ബോയയുടെ കാലിൽ വീണ് തുളസി കരഞ്ഞ് മാപ്പ് പറയാൻ തുടങ്ങി. ഇനി ഈ തെറ്റ് ഞാൻ ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് അവൾ പറഞ്ഞു. എന്നാൽ അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു റിയാക്ഷനാണ് ബോയയിൽ നിന്നും വന്നത്. അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, നിന്നെ ഞാൻ പോലീസിൽ പിടിച്ചു കൊടുക്കുകയോ ജോലിയിൽ നിന്നും പറഞ്ഞു വിടുകയോ ഒന്നും ചെയ്യില്ല. പകരം നീ എൻ്റെ കൂടെ ബന്ധം വയ്ക്കണം. അങ്ങനെയാണെങ്കിൽ നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരും, നിന്റെ കഷ്ടപ്പാടുകളും മാറും. അയാൾ ഈ പറഞ്ഞത് കേട്ടിട്ട് ഒരു വഴിയുമില്ലാതെ തുളസി അയാളുടെ ആഗ്രഹത്തിന് വഴങ്ങി കൊടുക്കുകയാണ്. ലളിത ഓഫീസിൽ പോകുന്ന സമയത്ത് ഇവൾ ബോയയുമായി എൻജോയ് ചെയ്യാൻ തുടങ്ങി. തുളസി ചോദിക്കുന്നതിലും കൂടുതൽ പണമൊക്കെ ബോയ അവൾക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു. മെല്ലെ മെല്ലെ തുളസിയുടെ നാട്ടിലെ കുടുംബത്തിൻ്റെ കഷ്ടതകളും മാറി തുടങ്ങി. അപ്പോൾ അവൾക്ക് തോന്നുകയാണ്, ഈ 60 വയസ്സുകാരനെ വിവാഹം ചെയ്യാൻ പറ്റിയാൽ ഈ സ്വത്തെല്ലാം തനിക്കും അനുഭവിക്കാം. കുറച്ച് വർഷം കൂടി കഴിഞ്ഞാൽ ഇയാൾ മരിച്ചു പോവുകയും ചെയ്യും. പണത്തോടുള്ള ഈ ഒരു ആർത്തിയിൽ അവൾ തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് ഇങ്ങനെ വഴുതി പൊയ്ക്കൊണ്ടിരുന്നു. ബോയയെ വശീകരിച്ച് തന്നെ വിവാഹം കഴിക്കണമെന്നും ലളിതയെ ഡിവോഴ്സ് ചെയ്യണമെന്നും തുളസി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. തുളസിയുടെ പ്രായത്തിലും ഭംഗിയിലും മയങ്ങിയ ബോയ അതിന് സമ്മതിക്കുകയാണ്. അവസാനം 6 മാസം അങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോഴാണ് നീലേഷ് സ്റ്റഡി ലീവിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരുന്നത്. അച്ഛനും അമ്മയും ഇല്ലാതിരുന്ന സമയത്ത് നീലേഷ് പണ്ടത്തെ പോലെ തുളസിയോട് സംസാരിക്കാനും അടുപ്പം കാണിക്കാനും ഒക്കെ തുടങ്ങി. എന്നാൽ അവൾ യാതൊരു പരിചയഭാവവും നീലേഷിനോട് കാണിച്ചില്ല. അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു. നീലേഷിന് ഇതെന്താണ് ഇവൾ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. ഒരു ദിവസം തുളസിയുമായി ഇതേ ചൊല്ലി ഇയാൾ വാക്കുതർക്കത്തിലായി. അപ്പോഴാണ് അവളുടെ വായിൽ നിന്നും ചില കാര്യങ്ങൾ വീണ് കിട്ടുന്നത്. അത് കേട്ടിട്ട് നീലേഷ് തകർന്നു പോവുകയാണ്. തുളസി പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ നീയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നീ അമ്മയുടെ സ്ഥാനത്താവാൻ പോകുന്ന എന്നോട് ഇങ്ങനെ പെരുമാറരുത്. നീലേഷ് ഒന്നും മിണ്ടാതെ നിന്നുപോയി. ഇതിനുശേഷം തുളസി ബോയയോട് നീലേഷിൻ്റെ ശല്യം സഹിക്കാൻ വയ്യ എന്ന് കരഞ്ഞു പറയുകയും ചെയ്തു. ഇത് കേട്ട് ദേഷ്യം സഹിക്കാൻ വയ്യാതെ ബോയ നീലേഷിനോട്, നീയുമായുള്ള തുളസിയുടെ പണ്ടത്തെ ബന്ധമെല്ലാം എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ നിന്നെ ഡൽഹിയിലേക്ക് മാറ്റിയത്. ഇനി അവളുടെ പിന്നാലെ നിന്നെ കണ്ടുപോകരുതെന്ന് ശക്തമായ താക്കീത് നൽകുകയാണ്. തുളസി പറഞ്ഞ വാക്കുകളും അച്ഛൻ്റെ പെരുമാറ്റവും നീലേഷിന് കാര്യങ്ങൾ പിടികിട്ടാത്തൊരവസ്ഥയിലേക്ക് അവനെ കുഴപ്പിച്ചു. അങ്ങനെ 2 ദിവസം കടന്നു പോവുകയാണ്. അങ്ങനെ ഒരു ദിവസം രാത്രി നീലേഷ് തുളസിയുടെ മുറിയിൽ നിന്നും ഒരു ചിരിയും വർത്തമാനവും ഒക്കെ കേട്ട് താക്കോൽ ദ്വാരത്തിലൂടെ നോക്കിയപ്പോൾ കാണുന്നത് അവൻ ഒരിക്കലും കാണാൻ പാടില്ലാത്തൊരു കാഴ്ചയാണ്. അതായത് സ്വന്തം അച്ഛനും കാമുകിയായിരുന്ന വേലക്കാരിയായവളും കൂടി ചേർന്നിട്ട് കട്ടിലിൽ കിടക്കുന്നതാണ്. ഇത് കയ്യോടെ നീലേഷ് അച്ഛനോട് ചോദിക്കുകയാണ്, എൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ച നിങ്ങൾ എൻ്റെ അമ്മയ്ക്ക് തന്നെ ദ്രോഹം ചെയ്യുകയാണോ എന്ന് അവൻ കയർത്തു. അപ്പോൾ ബോയ പറഞ്ഞത്, അതെ,
നിന്റെ അമ്മയെ ഞാൻ ഡിവോഴ്സ് ചെയ്യാനിരിക്കുകയാണ്. ഇനി തുളസിയാണ് ഈ വീട്ടിലെ വീട്ടുകാരി. ഇത് കേട്ട് നിയന്ത്രണം വിട്ട നീലേഷ് അവിടെ ഇരുന്ന് ഒരു പൂച്ചട്ടി എടുത്ത് സ്വന്തം അച്ഛൻ്റെ തലയിൽ അടിച്ച് അയാളെ കൊലപ്പെടുത്തുകയാണ്. ഇത് കണ്ട് ഷോക്കായി തുളസി ഒരു മൂലയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിനിടയ്ക്കാണ് ഫ്രിഡ്ജിൽ നിന്നും ഐസ് വാട്ടർ കുടിക്കാനായിട്ട് ലളിത താഴേക്ക് വരുന്നത്. ഈ ഒരു ലൈറ്റ് വെട്ടം കണ്ട് ഇവിടെ എന്താണെന്ന് വന്ന് നോക്കിയപ്പോൾ അവർ കാണുന്നത് ഭർത്താവിനെ തലക്കടിച്ച് തറയിൽ കൊന്നിട്ടിരിക്കുന്ന മകനെയാണ്. അവരോട് തുടക്കം മുതലുള്ള കാര്യങ്ങളെല്ലാം കരഞ്ഞുകൊണ്ട് നീലേഷ് പറയുകയാണ്. എന്നാൽ അവനുമായിട്ട് തുളസിക്കുണ്ടായിരുന്ന ബന്ധം അവൻ അമ്മയിൽ നിന്നും മറച്ചു. പകരം അച്ഛനും വേലക്കാരിയും തമ്മിലുള്ള അവിഹിതം കണ്ട തനിക്ക് സഹിക്കാൻ പറ്റാതെ ചെയ്തു പോയതാണ് എന്ന് മാത്രമാണ് നീലേഷ് പറഞ്ഞത്. ലളിത പോലീസിൽ കോൾ ചെയ്യുകയും തൻ്റെ അഡ്വക്കേറ്റിനെ വിളിച്ചു വരുത്തുകയും ചെയ്തു. നീലേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. എന്നാൽ അതിനുശേഷം തുളസിയോട് വക്കീലും ലളിതയും കൂടി കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോഴാണ് വേലക്കാരി മകനുമായിട്ട് ബന്ധം വച്ചിരുന്നു എന്ന കാര്യവും ലളിത അറിയുന്നത്. അവരാകെ ആടിപ്പോയി. അതുമാത്രമല്ല, ബോയയുടെ ഫോണിൽ നിന്നും തുളസി മോഷണം നടത്തിയ വീഡിയോയും ലളിതയും അഡ്വക്കേറ്റും കണ്ടു. തൻ്റെ കുടുംബത്തിനെ ഈ ഗതിയിൽ കൊണ്ടെത്തിച്ച തുളസിയെ ഇനി വെറുതെ വിടാൻ പാടില്ല എന്ന് തീരുമാനിച്ച ലളിത കേസ് നീലേഷിൽ നിന്നും മാറ്റി തുളസിയിലേക്ക് തിരിച്ചു വിടുകയാണ്. വക്കീലിൻ്റെ സാമർത്ഥ്യം കൂടി ആയപ്പോൾ ഈ മോഷണം നടത്തിയ വീഡിയോ കോടതിയിൽ വെച്ച് വാദിച്ച് നീലേഷിനെ വക്കീല് പുറത്തിറക്കുകയും തുളസിയെ അകത്താക്കുകയും ചെയ്തു. 5 വർഷത്തെ തടവാണ് അവൾക്ക് കോടതി വിധിച്ചത്. ശരിക്കും തുളസിയുടെ പണത്തിൻ്റെ ആർത്തി ഒന്ന് മാത്രമാണ് അവളെ ഈ ഗതിയിൽ കൊണ്ടെത്തിച്ചത്. ഇതിൽ നിങ്ങൾക്ക് ആരുടെ ഭാഗമാണ് ശരിയെന്ന് തോന്നുന്നതെന്ന് പറയൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.